കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെന്നൈയിലെത്തിയ വരെയുള്ള വീഡിയോയാണ് നിങ്ങൾ കണ്ടത് അല്ലേ. ഞങ്ങൾ പോയത് അറ്റോമിക് എനർജി ടൗൺഷിപ്പ് അണുപുരം, ചെന്നൈയിലെ അണുപുരത്തുള്ള അറ്റോമിക് എനർജി ടൗൺഷിപ്പ് കാണാനാണ് പോയത്. ഇത് അപ്പുക്കുട്ടൻ്റെ പേരപ്പൻ്റെ മോൻ നിതീഷും അഞ്ജലി ചേച്ചിയും ആദിക്കുട്ടനുമാണ്. അപ്പോൾ അവർ ന്യൂക്ലിയർ റിയാക്ടർ സെൻറ്ററിലാണ് നിതീഷിന് ജോലി. അവരവിടെയാണ് താമസിക്കുന്നത് അണുപുരത്ത്. അവർക്കവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിൽ പൊതികൈ എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത്. പൊതികൈ, മുല്ലൈ, കുറിഞ്ചി ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഫ്ലാറ്റുകളുടെ പേര് കേട്ടോ. അപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. ഇതാണ് പൊതികൈ. അപ്പം ഞങ്ങളെ രാവിലെ തൊട്ട് ആദിക്കുട്ടൻ നോക്കിയിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് ചെന്ന പാടെ തന്നെ ഞങ്ങൾ അവനെയും കൊണ്ട് ടൗൺഷിപ്പ് കാണാനായിട്ട് പോകാമെന്ന് പറഞ്ഞ അഞ്ജലി. അങ്ങനെ ഞങ്ങളിതാ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള എല്ലാ കാഴ്ചകളും ഞങ്ങൾക്ക് അഞ്ജലി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് ആദ്യം ബീച്ചിലോട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ബീച്ചിലോട്ടാണ് പോയത്. ന്യൂക്ലിയർ റിയാക്ടർ സെൻറ്ററിനകത്തേക്ക് നമ്മളെ കയറ്റി വിടത്തില്ല. അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ മാത്രമേ അവിടം വരെ പോകാനുള്ള അനുവാദമേ ഉള്ളൂ നമുക്ക് കേട്ടോ. ഏകദേശം 30,000-ഓളം ന്യൂക്ലിയർ റിയാക്ടർ സെൻറ്ററിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്നുണ്ട് ഈ ടൗൺഷിപ്പിൽ. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇത് കണ്ടോ, എത്ര ബിൽഡിങ്ങുകൾ വേണമെങ്കിലും ഇനി കെട്ടാവുന്ന പോലെ സ്ഥലവും ഉണ്ട്. അതിലും കൂടുതൽ ഒരുപാട് ബിൽഡിങ്ങുകളും അവിടെ ഉണ്ട്. എന്നിട്ട് ഇത്രത്തോളം സ്ഥലമുണ്ട് അവിടെ. അതേപോലെ നല്ല വൃത്തിയുമാണ് അതിനകത്ത്. അതിനകത്ത് കയറ്റത്തില്ലല്ലോ, അതോട്ട് കയറ്റത്തില്ല. ഞാൻ മേടിച്ചു കയറിയോ, നിനക്കല്ലേ കാണണം. ഇവിടെ വരെ നമുക്കുള്ളൂ ഇല്ലേ. അതെന്താ വണ്ടി പോകുന്നതിനകത്തോട്ട്? അതെ, ഇവരാ മറ്റേ ഫോൺ മേടിച്ചു. ഇവരടുത്ത് 3-4 പറയേണ്ടി വരും. ഇല്ല, ഞാൻ അതിനകത്തൊന്നും നമുക്കകത്ത് 100 യൂണിറ്റ്സ് എന്താ ഫ്രീയാ, അല്ലാതെ ബാക്കി ചാർജ് നമ്മുടെ കേരളത്തിന്റെ അത്ര ഇല്ല. ന്യൂക്ലിയർ അല്ലേ. ഇത് ബീച്ച്, കൽപ്പാക്കം ബീച്ച് ഉണ്ട്. അതെ അതെ അതെ. മനസ്സിലായില്ലേ? അയ്യോ, അതായത് തുടക്കം ഇത് ഇവിടുന്ന് തുടങ്ങിയേ. മീൻസ് ഇവിടെ ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്ന ടൗൺ. ഇവിടെ സ്ഥലം തികയാത്തോണ്ട് ഇവിടെ നിറച്ചു ക്വാർട്ടേഴ്സ്. ചേട്ടാ ആദ്യം ഹോസ്റ്റൽ ഇവിടെ ആയിരുന്നു. അതെ, ഇപ്പൊ അവിടെ ഉണ്ട്. അവിടെ ഒരു ഫ്ലാറ്റ്, ഇത് സ്കൂളാ. ഓഫീസ് കാണാനാണ്. അറ്റോമിക് എനർജി ഇതൊരു അമ്പലമാണ്. ഇതാണോ അവന്റെ ചേർത്തി പറഞ്ഞ അമ്പലം? ബസ് ഇറക്കുകയും കയറ്റുകയും ഇവിടുന്ന് റൈറ്റിൽ പോയപ്പോഴേ ചേട്ടന്റെ ഹോസ്റ്റല്. അല്ല, അകത്ത് കയറാൻ പറ്റത്തില്ല. ഈ ഗേറ്റ് ഇവിടുന്നായിരുന്നു ഹോസ്റ്റൽ. അത് ആദ്യം വന്നപ്പോ വളരെ ഇതായിരുന്നു. ഇപ്പൊ അവര് റെനോവേറ്റ് ചെയ്തു. ഇത് അടുത്ത സ്കൂള് അറ്റോമിക് എനർജി ഹയർ സെക്കൻഡറി. ഇത് അവരുടെ അണ്ടറിൽ വരുന്നതാണോ അതോ അവർ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണോ? അല്ല, സ്കൂൾ കോൺട്രാക്ട് അല്ല, അവരുടെ. ബീച്ച് ആവാറായി, കാണാനോ ഇറങ്ങുമോ എല്ലാം വേണമെങ്കിൽ
ഇത് ബാക്ക് വാട്ടേഴ്സ്. ആ ഇതാ നിതീഷ് ചേട്ടൻ ആദ്യം പറഞ്ഞത്. ഇവിടെ നിന്നാ ഞങ്ങൾ ഫോട്ടോ അച്ഛനും അമ്മയൊക്കെ വരുമ്പോ എടുക്കും. ഫ്രണ്ട് വാട്ടർ കൊടുത്താൽ പോലെ അതെ നമ്മൾ ഫ്രണ്ടിൽ പോയി നമ്മൾ ബാക്കിൽ വാട്ടർ ഫ്രണ്ടിൽ വീട് വെച്ചിട്ട് വ്യൂവിന് ബാക്ക്. അടിപൊളി സ്ഥലമാണേ. അകത്തോട്ടൊന്നും കേറണ്ട കേട്ടോ. അത് പതുക്കെ പോണം, അത്രേ ഉള്ളൂ. കണ്ടു കണ്ടു പോകാം. ഞാൻ ക്യാമറ ഓഫ് ചെയ്യാമെങ്കിൽ അപ്പം ആഹാ ഇടാ. അവിടെ ഇഷ്ടം പോലെ പശുക്കള്, ബീച്ച്. അങ്ങോട്ട് നീക്കി ഇടണമെങ്കിൽ അങ്ങോട്ട് നീക്കി അപ്പൊ പോയി ഇതേപോലെ സൈഡിൽ അവിടെ ഇട്ടിട്ട് വരുമ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. അത്രയും നല്ല സെക്യൂരിറ്റി ഒക്കെ ഉള്ളതല്ലേ, ഇപ്പം നല്ല വൃത്തിയാണ് അവിടെ എല്ലാം. അങ്ങനെ ഞങ്ങൾ ആദ്യം ബീച്ചിലോട്ട് പോയി. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ അവിടുത്തെ ആ ഒരു എന്താ പറയുന്നത്, ഓരോരോ ഓഫീസുകളും അവരുടെ സ്കൂളുകളും അവിടെ കാണാനുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റത്തെക്കുറിച്ചും എല്ലാം എന്തൊക്കെയാണ്, എങ്ങോട്ടൊക്കെ പോകാം, ഏത് റോഡിൽ പോകരുത്, ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അഞ്ജലി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി കേട്ടോ. നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട്. അവനെ കുഞ്ഞിനെയാണെങ്കിൽ സ്വെറ്ററൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവന് ബീച്ചിൻ്റെ അവിടോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല തണുപ്പായി കേട്ടോ. നമുക്കങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പം ഞങ്ങൾ ചെന്നതിൻ്റെ അന്ന് വൈകിട്ടത്തെ കാഴ്ചകളാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെയും. പിറ്റേ ദിവസം ഞങ്ങൾ കുറേ സ്ഥലമൊക്കെ, ഒരുപാട് സ്ഥലം കറങ്ങി. അപ്പോൾ അതിലാദ്യം മഹാബലിപുരത്താണ് പോയത്. അപ്പോൾ ആ മഹാബലിപുരത്തെ കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കാര്യം എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരുപാടായി പോവും. അത് കാരണം മഹാബലിപുരത്തെ കാഴ്ചകളെല്ലാം വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യം ബീച്ചിലോട്ട് പോയി. അത് കഴിഞ്ഞ് ബീച്ചിൻ്റെ അടുത്ത് തന്നെ പിന്നെ സുനാമി മെമ്മോറിയൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട്. അവിടെ സുനാമിയിൽ മരണപ്പെട്ടു പോയ ആൾക്കാരുടെ, അതായത് ടൗൺഷിപ്പിലുള്ള ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഒക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, എൻ്റെ സുനാമി മെമ്മോറിയൽ പാർക്ക്. അവിടെ അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ ഇതിൻ്റെ ഒരു വലിയ ഒരു ശിലയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടുത്തെ ആൾക്കാരുടെ, സുനാമിയിൽ മരിച്ച ടൗൺഷിപ്പിലെ ആൾക്കാരുടെ പേരും വിവരങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ അഞ്ജലി പറഞ്ഞു തന്നുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു കേട്ടോ. കണ്ടോ ഓരോ കാര്യങ്ങൾ. അപ്പോൾ വണ്ടിയിൽ ഇരുന്നുള്ള വീഡിയോ എടുപ്പായതുകൊണ്ടാണ് ചിലതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. അസ്തമയം അപ്പുറത്തെ ആ മരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീച്ചാ. സുനാമിയിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവരുടെ അപ്പൊ ഇനി ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ അങ്ങോട്ടങ്ങ് പോവല്ലേ?
ആ ജസ്റ്റ് കണ്ടതുമായി ആ അവരുടെ ഫാമിലി 6 പേരെ വെച്ചെങ്കിലും കൂട്ടണ്ടേ, 4 പേരെ ഉണ്ടെങ്കിലും. പാർക്കുകളിലൊന്നും നമ്മുടെ അണുപുരത്തെ പോലെ ആൾക്കാർ ഇവിടെ ഒന്നും ഇല്ലായിരിക്കും വേറെ. ആ നല്ല പാർക്കാ. ഇവിടൊക്കെ ഇരിക്കാൻ നല്ലതാണ്, ചെടിയൊക്കെ നട്ടു. ഡ്യൂറിങ് സുനാമി. ഇത് ഡെഡിക്കേറ്റ് ചെയ്തു. അയ്യോ ഇത്രയും പേര്. നമ്മുടെ അവിടെ വന്നപ്പോഴല്ലല്ലോ ഇവിടെ വന്നത്. നമുക്ക് വന്ന വെറും വെള്ളപ്പൊക്കമല്ലേ. ഇവിടെ മറ്റേ ഇല്ല വലിയ സുനാമി ആയിട്ട് വന്നില്ലേ, അതിൽ മരിച്ചവരുടെ. പിന്നെ ഇത്ര അടുത്തല്ലേ ബീച്ച്, ഇതിന്റെ അപ്പുറത്തല്ലേ ബീച്ച്. ഇത്രേ ഉള്ളല്ലേ ഈ പാർക്കെന്ന് പറയുന്ന സ്ഥലം, അല്ലാതെ ഈ കുഞ്ഞുങ്ങൾക്കുള്ള അങ്ങനത്തെ ഒന്നുമില്ല. അതായിരിക്കും അധികം ആരും ഇങ്ങോട്ട്. പിന്നെ അന്ന് ഞങ്ങൾ കറക്കമെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ തന്നെ അവിടെ എന്തെങ്കിലും കഴിക്കണമല്ലോ. അവിടുന്ന് ഞങ്ങൾ ചെന്നതല്ലേ. അങ്ങനെ പിന്നെ അഞ്ജലിയും ഞാനും കൂടെ മസാല ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആക്കി ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കുറേ നാളത്തെ കാര്യങ്ങൾ, ഏകദേശം ഒരു 10 വർഷത്തോളമായി കേട്ടോ നിതീഷ് അവിടെ താമസമായിട്ട്. ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഓരോ പ്രാവശ്യം പോകാൻ ഫിക്സ് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ വന്നങ്ങ് മാറ്റം വരും. അങ്ങനെ എന്തായാലും ഇപ്രാവശ്യം ചെന്നു. അങ്ങനെ കുറേ നാളത്തെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകിട്ടത്തെ കറക്കം എല്ലാം കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് ഫ്ലാറ്റിലെത്തി. അപ്പോഴത്തേക്ക് നിതീഷ് ജോലി കഴിഞ്ഞ് വരികയും ചെയ്തു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഒന്നിച്ച് അത്താഴമൊക്കെ കഴിച്ചിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസം അടിപൊളിയായിരുന്നു. രാവിലെ ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അന്ന് ഫുള്ള് കറക്കം കഴിഞ്ഞ് രാത്രി 10 മണിയായി തിരിച്ചെത്താനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് 1.5 ദിവസത്തെ, ഒരു ദിവസം വൈകുന്നേരവുമുള്ള കാഴ്ചകൾ. അപ്പോൾ അവരെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ടോ ഞങ്ങൾ 2 പേരും കൂടെ ഉള്ള അടിപൊളി മസാലക്കറിയും മസാല ദോശയും പിന്നെ അഞ്ജലി ആ സമയം കൊണ്ട് സാമ്പാറും ഉണ്ടാക്കി ചമ്മന്തി അരിച്ചു എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ നല്ല സന്തോഷമായിട്ടിരുന്ന ആഹാരമൊക്കെ കഴിച്ചിട്ട് അന്നവിടെ റെസ്റ്റ് എടുത്തു. പിറ്റേ ദിവസം രാവിലെ എണീറ്റു. അപ്പോൾ അന്ന് ഫുള്ള് നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ അവിടുത്തെ വെറൈറ്റി ആഹാരങ്ങളും ഒക്കെ കഴിക്കണമല്ലോ. അങ്ങനെ പിന്നെ ഫുള്ള് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. തന്നെയല്ല രാവിലെ നമ്മൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ പുറത്തോട്ട് ഇറങ്ങാൻ താമസിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ചെന്നൈയിൽ മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വെയിലാവുന്നതിന് മുമ്പ് പോകണം, അതുകൊണ്ട് രാവിലെ ജോലിയൊന്നും ചെയ്തുകൊണ്ട് നിന്നാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങി. അപ്പോൾ അതാ ഞങ്ങളവിടെ അടുക്കളയിൽ പാചകം, പിന്നെ ആണുങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് സംസാരം. അപ്പോൾ നമ്മുടെ ആദ്യക്കുട്ടൻ ഒറ്റയ്ക്കായിപ്പോയി കേട്ടോ. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇടയ്ക്കുള്ള സമയത്ത് വന്ന് അവൻ്റെ കൂടെ കുറേ കളിക്കുകയും അവൻ്റെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവൻ അവിടെ സമയം പോകുന്നത് കേട്ടോ. കറിയായി കഴിഞ്ഞു, ദോശയായി. അപ്പോൾ അവരെല്ലാവരും കൂടെ പിന്നെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ ആഹാരം കഴിപ്പായിരുന്നു.
ആദ്യക്കുട്ടൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. കാര്യം അങ്ങനെ അധികം ആരുമില്ല, എപ്പോഴും അമ്മയും അച്ഛനും അവനും തന്നെയല്ലേ ഉള്ളൂ. പിന്നെ വല്ലപ്പോഴും അവൻ്റെ അച്ഛമ്മയും മുത്തശ്ശനും ഒക്കെ ചെന്നാലായി, മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ ചെന്നാലായി, എത്രയേ ഉള്ളൂ. അങ്ങനെ അവന് ആയ ഉടനെ തന്നെ അവൻ്റെ മസാല ദോശയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാളായി കണ്ടിട്ടെങ്കിലും അങ്ങനെ പരിചയമൊക്കെയിടൊന്നുമില്ല. ആദ്യം ചെന്നപ്പോൾ ഒരു ഇതാണെന്നേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങളുമായിട്ട് ഭയങ്കര കമ്പനിയായി കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ഞാൻ പിന്നെ എവിടെ ചെന്നാലും എത്ര താമസിച്ച് കിടന്നാലും നേരം വെളുക്കുന്നതിന് മുമ്പേ എണീക്കും. അപ്പോൾ അവിടെ 5:30 ആയപ്പോഴത്തേക്ക് നല്ല വെട്ടം വന്നു കേട്ടോ. അയ്യോ, ഞാൻ വിചാരിച്ചു ഒരുപാട് താമസിച്ചായിരിക്കും ഞാൻ എണീറ്റോന്ന് പറഞ്ഞ് സമയം നോക്കിയപ്പോൾ 5:30 ആയതേ ഉള്ളൂ. ഇപ്പോഴത്തേക്ക് തന്നെ നല്ല വെട്ടം വന്നു. പക്ഷേ ഞാൻ പുറത്തൊന്നും ഇറങ്ങിയില്ല, അവിടെ അകത്ത് തന്നെ ഇരുന്നത് ആ വീഡിയോ എടുത്ത് രാവിലത്തെ. ഇത് കറക്റ്റ് പറഞ്ഞാൽ 5:40 സമയം കേട്ടോ. നല്ല വെട്ടം വന്നതുപോലെ മഴയൊക്കെ ഒന്ന് ചാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ യാത്രയൊക്കെ ഇനി കുളമാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് പോകാനായപ്പോൾ ഒരു മഴയില്ല, ഒന്നുമില്ലായിരുന്നേ, നല്ല അന്തരീക്ഷമായിരുന്നു. പിന്നെ മഹാബലിപുരത്തേക്ക് പോകണം. അപ്പം ആദ്യം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അപ്പം 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ A to B അടയാർ ആനന്ദഭവൻ അവിടെയൊക്കെയാണ് നല്ല ഹോട്ടലുകൾ. അപ്പം നമുക്ക് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. മറ്റേതും വേറെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് എവിടെയാണ് ആഹാരം കഴിക്കുന്നത്, ഏതൊക്കെയാണ് നല്ല ഹോട്ടലുകൾ, അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കിയിട്ടാണ് പോകാറ്. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. അപ്പം എല്ലാം അന്നത്തെ ദിവസം മുഴുവൻ പ്ലാൻ ചെയ്തത് നിതീഷും അഞ്ജലിയും കൂടെ എവിടെയൊക്കെ എന്തെല്ലാം കഴിക്കണം, ഏത് സമയത്ത് അവിടെ എത്തും, അങ്ങനെയൊക്കെ അവർക്കല്ലേ അറിയാവുന്നത്. അങ്ങനെ ഞങ്ങൾ A to Bയിലെത്തി. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഫുഡെന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക, തമിഴ്നാടിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ആഹാരങ്ങളും ഒക്കെ ആയിരുന്നു കഴിച്ചത്. അപ്പം നല്ലതായിരുന്നു. ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവിടെ പലതരത്തിലുള്ള ഇഡ്ഡലികളുണ്ട്. പൊടി ഇഡ്ഡലി, തവ പൊടി ഇഡ്ഡലി, അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട്. അങ്ങനെ ഓരോ വെറൈറ്റി ഞങ്ങൾക്ക് നിതീഷും അഞ്ജലിയൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങളതെല്ലാം അതിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കി. നല്ല തിരക്കായിരുന്നു കേട്ടോ A to Bയിൽ. അവിടെ കയറി ആഹാരവും കഴിച്ചിട്ട് പിന്നെ നേരെ മഹാബലിപുരത്തേക്ക് പോയി. ഓഫീസിൻ്റെ ബാക്ക് ഗേറ്റ് അല്ലേ? കയറാൻ പറ്റത്തില്ല അല്ലേ? ഇവിടെ തോണ്ടാ പേരെഴുതിയിരിക്കുന്നടാ, കണ്ടോ? അയ്യോ ശരിയാ. പുറത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. പുറത്തൊക്കെ ഇരുന്ന് ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നിട്ട് പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാം കേട്ടോ. അതുകൊണ്ട് അതെ അതെ, കറിയൊക്കെ കൂടും, കാക്കയൊക്കെ ഉണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് അടയാറിന്ന് കഴിച്ചു, കാപ്പി. അപ്പം ഞാൻ ഇത്രയായപ്പോൾ തന്നെ പിന്നെ വീഡിയോ ഒരുപാട് നീളണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മഹാബലിപുരത്തെ കാഴ്ചകൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതിപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് മഹാബലിപുരത്തേക്ക് കയറാനായിട്ട് നമുക്ക് ടിക്കറ്റുണ്ട്. അപ്പോൾ ആ ടിക്കറ്റ് എടുക്കുന്നത് വരെ അവിടുത്തെ എൻട്രൻസിൻ്റെയും കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ. പിന്നെ A to Bയിൽ ഉള്ള തിരക്കും അവിടുത്തെ പുറത്തുള്ള കുറേ കാഴ്ചകളും ഒക്കെ. വീഡിയോയോ? അതെന്തോ മസാലോ? ഞങ്ങളുടെ രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞ നല്ല അടിപൊളിയായിരുന്നു. A to Bയിലെ കാപ്പി കുടിക്കുന്നതിനെക്കാട്ടി എനിക്ക് ധൃതി ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് ഇതേ വെളിയിലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പം ഞാനങ്ങനെ പുറത്തിറങ്ങി വന്നു കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ പുറത്തിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട് ആൾക്കാർ, നമ്മളെടുത്തുകൊണ്ട് വരണം. ഞങ്ങൾ പിന്നെ അകത്ത് തന്നെ ഇരുന്ന്, കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, കൊള്ളാം.
കേരളത്തിലേ ഉള്ളൂ ഇങ്ങനെ. ഇന്നലെ പറഞ്ഞു ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഇത് ശരിക്കും ഇന്ന് വായിച്ചേ വേണ്ട. പാസ് പഠിക്കുക ഈ പാസ് ഇങ്ങനെ പഠിക്കാറ്. ഇതെന്തിനാന്ന് പറഞ്ഞ് മൂന്നിടത്ത് കയറാനോ? എവിടെ അതിന് പേരുണ്ടോ? ക്ലിയർ ആവുന്നില്ല. ക്ലിയറേ അല്ല. 4 സ്ഥലത്ത് പോകാനുള്ള ടിക്കറ്റ് പറ, നീ വായിരേ. ഗ്രൂപ്പ് ഓഫ് മോണമെന്റ്സ് മാമല്ലപുരം, ഫോർട്ട് മ്യൂസിയം, ചെന്നൈ. ആണോ? ഇവിടെ ടിക്കറ്റ് ഇവിടെ കൊടുത്ത് സീൽ ചെയ്ത് എന്ത് ചെയ്യണ്ട് കൊടുത്തോ? ഓക്കെ, ഇവിടെ ടിക്കറ്റ് ഇവിടെ കൊടുത്ത് ഇല്ല, അത് പൂട്ടിയിട്ടിരിക്കാം. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, നല്ല വെയിലാണ്. ഇല്ല, ഇവിടെ നമ്മൾ വന്നത് ഇവിടെങ്ങും അല്ല, ഇതൊക്കെ ഇപ്പോഴാക്കിയതന്നെ. ഇത്രയും ഡെക്കറേഷനൊക്കെ ഇപ്പോൾ ആക്കിയെന്നേ ഉള്ളൂ. അവിടെ ഇല്ലേ, അവിടെ ഇതാണ് അതിനകത്ത് നമ്മൾ കാണുന്നത്. അപ്പം ഇനി ഇതിനകത്തുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നാളെ കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി നല്ല വിസ്മയിപ്പിക്കുന്നതും അതിശയകരമായിട്ടുള്ളതും രസകരമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.